കുറേ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഏറെ ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു പാതിവില തട്ടിപ്പ് എന്ന് പറയുന്നത്. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ നാട് നീളെ ഓടി നടന്ന് ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ പറ്റിച്ചത് കണ്ട് നമ്മൾ ഞെട്ടുകയും അമ്പരക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മലയാളി എന്തുകൊണ്ട് ഇങ്ങനെ തുടർ തട്ടിപ്പുകളിൽ പോയി വീഴുന്നു എന്ന ചോദ്യം നമ്മൾ പരസ്പരം എത്രയോ വട്ടം ചോദിച്ചിരുന്നു. പിന്നീട് ആ വാർത്തകൾ പതുക്കെ ഒന്ന് പുറകോട്ട് പോകുന്നത് കണ്ടു. കാരണം ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ കയറി വന്നപ്പോൾ പാതിവില തട്ടിപ്പ് മെല്ലെ ഒന്ന് താഴോട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. എന്നാൽ വാർത്തകൾ മാത്രമായിരുന്നു താഴോട്ടിറങ്ങിയത്. അന്വേഷണ സംഘം അവരുടെ ജോലിയുമായി വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാർത്തയിലേക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. അതായത് ഒന്ന്, ഈ തട്ടിപ്പിൻ്റെ പുറകിലെ ബുദ്ധി കേന്ദ്രം അത് അനന്തകൃഷ്ണൻ മാത്രമാണോ? ഈ അനന്തുവിനെ മുൻനിർത്തി അനന്തുവിന് ബുദ്ധി ഉപദേശിച്ചവർ ആരൊക്കെയാണ്? അനന്തുവിന് ഈ ഉന്നത ഇടങ്ങളിലേക്ക് കയറാൻ അവസരമൊരുക്കിയത് ആരൊക്കെയാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ക്രൈംബ്രാഞ്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനന്ദകൃഷ്ണൻ, ഈ NGO കോർഡിനേറ്റർ, അയാൾ, ഒപ്പം തന്നെ BJP നേതാവ് AN രാധാകൃഷ്ണൻ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നു അന്വേഷണ സംഘം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. കാരണം നമുക്കറിയാം, ഈ AN രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്ന് പറയുന്നൊരു സൊസൈറ്റി ഉണ്ടല്ലോ. ആ സൊസൈറ്റിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാട് അടക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വാർത്തകൾ മാത്രമായിരുന്നു മെല്ലെ താഴോട്ട് പോയത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ നടപടികൾക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നതെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പാതിവില തട്ടിപ്പിന്റെ വാർത്തകൾ ഇങ്ങനെ ഒന്ന് മങ്ങി നിൽക്കുകയായിരുന്നു. ചിലരൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ആ കേസ് അന്വേഷണം എവിടം വരെയായി, അത് പാതി വഴിയിൽ നിലച്ചു പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർത്തകൾ മാത്രമാണ് താഴ്ന്നു നിന്നിരുന്നത്. അന്വേഷണം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനന്ദകുമാർ, AN രാധാകൃഷ്ണൻ എന്നിവരടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ പങ്ക് എന്താണ് എന്നതാണ്. അതിലേക്കാണോ ക്രൈംബ്രാഞ്ച് പോകുന്നത്? അവരെ അടക്കം ഈ AN രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് കടക്കുകയാണോ? അതെ മനു, ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ നേരത്തെ ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതിയായ അനന്തകൃഷ്ണനെ നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. മനു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ തന്നെയാണോ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ, അതോ ഇയാൾക്ക് ബുദ്ധി ഉപദേശിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ പ്രധാന ബുദ്ധികേന്ദ്രം, ഈ തട്ടിപ്പിൻ്റെ ബുദ്ധികേന്ദ്രം ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ പേരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ നിരവധി പേരുടെ വിവരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് KN ആനന്ദകുമാർ. നാഷണൽ NGOs കോൺഫെഡറേഷൻ, ഇതിൻ്റെ ആജീവനാന്ത ചെയർമാനാണ് ആനന്ദകുമാർ. ഈ ആനന്ദകുമാറിന് ഇതിലുള്ള പങ്ക് എന്താണ്? ആനന്ദകുമാർ ഇതിൽ പ്രധാന തട്ടിപ്പിന് നേതൃത്വം വഹിച്ചിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിനുണ്ട്. അതുകൊണ്ട് ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. AN രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്ന് പറയുന്ന സൊസൈറ്റി, ഈ സൊസൈറ്റിയിൽ നിന്ന് 42 കോടി രൂപ ഈ അനന്തകൃഷ്ണൻ്റെ വിവിധ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതെല്ലാം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് AN രാധാകൃഷ്ണൻ നേരത്തെ വിശദീകരിച്ചിരുന്നത്. പക്ഷേ ആ ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ച് വരികയാണ്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് AN രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു പട്ടിക തന്നെ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ആദ്യഘട്ടം ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, അനന്തകൃഷ്ണൻ്റെ അടുത്ത പരിചയമുള്ളവർ, അങ്ങനെയൊക്കെയുള്ളവരെയാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പേര് നേരത്തെ നമ്മൾ കേട്ടതാണ്, അനന്തകൃഷ്ണൻ്റെ അഭിഭാഷക, ഒപ്പം കോൺഗ്രസ് നേതാവായ ലാലി വിൻസെൻ്റ്, മഹിളാ കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷീബ സുരേഷ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഷീബ സുരേഷ്. ഈ പദ്ധതി നടത്തിപ്പ് ഏജൻസിയായ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അതിൻ്റെ അംഗം ഇന്ദിര K നായർ എന്നിവരെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഈ ആനന്ദകുമാറിനെയും ഒപ്പം AN രാധാകൃഷ്ണൻ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 അക്കൗണ്ടുകളിലേക്കായി 42 കോടി രൂപ ഈ സൈൻ സൊസൈറ്റി കൈമാറിയിട്ടുണ്ട്. AN രാധാകൃഷ്ണനുമായി തനിക്ക് അടുത്ത പരിചയമുണ്ട് എന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ്റെ ജീവനക്കാരും ഇത്തരത്തിൽ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ 42 കോടി കൈമാറിയത് എന്നതിൻ്റെ ഒരു വിശദീകരണം AN രാധാകൃഷ്ണൻ നൽകേണ്ടി വരും. അക്കാര്യങ്ങൾ വിശദമായി AN രാധാകൃഷ്ണൻ നിന്ന് ചോദിച്ചറിയാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഈ അനന്തകൃഷ്ണൻ്റെ
കമ്പനിയായ പ്രൊഫഷണൽ സർവീസസ് ഇന്നൊവേഷൻസ് ഇതിനു വേണ്ടി ഈ നാഷണൽ NGO കോൺഫെഡറേഷൻസിൻ്റെ നിയമാവലി ഈ ആനന്ദകുമാർ തിരുത്തി എന്നുള്ളത് നേരത്തെ കണ്ടെത്തിയതാണ്. അങ്ങനെ തിരുത്തുക വഴി ഈ ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ ഈ കമ്പനിക്ക് അധികാരം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ എന്നിവയൊക്കെ പാതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് നിരവധി ഫണ്ട് സ്വരൂപിക്കും. ആ ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ ഒരധികാരം ഈ കമ്പനിക്ക് നൽകുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ആനന്ദകുമാറിനോടും ചോദിച്ചറിയേണ്ടി വരും. അത്തരത്തിൽ വലിയ ചോദ്യം ചെയ്യൽ നടപടികൾക്കാണ് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. അത് ആരെയൊക്കെ എപ്പോൾ ചോദ്യം ചെയ്യണം എന്നത് സംബന്ധിച്ച വിശദമായ പട്ടിക ക്രൈംബ്രാഞ്ച് തയ്യാറാക്കി വരികയുമാണ്. മനു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉമേഷ്, എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ 42 കോടി രൂപ ഈ സൈൻ കൈമാറിയിട്ടുണ്ട് ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വാർത്ത ഉയർന്നു വന്ന സാഹചര്യത്തിൽ എൻ രാധാകൃഷ്ണൻ സംഘവുമൊക്കെ ആദ്യം ചെയ്തത് ആളുകളോട് പരാതി കൊടുക്കണ്ട എന്ന് പറയുകയും അവരുടെ തുക തിരിച്ചു നൽകാമെന്നൊരു ഉറപ്പ് കൊടുക്കുകയുമാണ് ചെയ്തത്. അതായത് സൈൻ തന്നെ തിരിച്ചു കൊടുക്കാം എന്നാണ് പറഞ്ഞത്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിയമ നടപടികളുമായിട്ട് ആരോടും പോകണ്ട എന്ന് അവർ പറഞ്ഞത്? ഈ പണം ഇത്രയും നാളായിട്ട് തിരിച്ചു കൊടുക്കാതിരുന്ന പണം വാർത്തകൾ ഉയർന്നു വന്നപ്പോൾ തിരിച്ചു കൊടുക്കാൻ അവർ തയ്യാറായതും എന്തുകൊണ്ടാണ്? അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എൻ രാധാകൃഷ്ണനും സൈനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതെ, അത്തരം സംശയങ്ങൾ ക്രൈംബ്രാഞ്ചിനും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രാധാകൃഷ്ണനെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഈ എൻ രാധാകൃഷ്ണനാണ് വളരെ മുൻപ് തന്നെ ഈ അനന്തകൃഷ്ണനുമായി സഹകരിച്ച് കരാർ ഒപ്പിട്ട് ഈ പ്രവൃത്തികളൊക്കെ നടത്തി വരുന്നത്. CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് അത്തരത്തിലൊരു തുകയും വന്നിട്ടില്ല എന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായതാണ്. അപ്പോൾ പിന്നെ എൻ രാധാകൃഷ്ണൻ എങ്ങനെ ഇതുമായി സഹകരിച്ചു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ വിശദീകരിക്കുന്നത് CSR ഫണ്ട് ലഭിച്ചിട്ടുണ്ട്, ആ തുക ഉപയോഗിച്ച് തന്നെയാണ് നിരവധി പേർക്ക് ഇതിനകം സ്കൂട്ടർ നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. പിന്നീട് അനന്തകൃഷ്ണന് ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ വന്നപ്പോൾ അയാളുമായി സഹകരിച്ചിട്ടുള്ള പകരം നേരിട്ടായിരുന്നു ഈ പ്രവൃത്തികൾ നടത്തിയിരുന്നത്. അതിൽ പിന്നീട് ഫണ്ട് വരാൻ ഒരു കാലതാമസം വന്നതുകൊണ്ടാണ് സ്കൂട്ടർ നൽകാൻ വൈകിയത്. അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പണം മടക്കി നൽകി തടിയൂരാനുള്ള ശ്രമം ഈ സൈൻ സൊസൈറ്റി നടത്തിയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തടിയൂരിയാൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ക്രൈംബ്രാഞ്ചാണ് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറയേണ്ടത്. ക്രൈംബ്രാഞ്ചാണ് അതിൻ്റെ വസ്തുത കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ശരി, നമുക്ക് നോക്കാം ഉമേഷ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതായത് ഈ വാർത്തകൾ മാത്രമാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വാർത്തകൾ മാത്രമാണ് ചെറുതായിട്ടൊന്ന് താന്നുപോയത്. അതല്ലാതെ വാർത്തകളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ക്രൈംബ്രാഞ്ച് വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ആനന്ദകുമാർ ഒപ്പം തന്നെ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോകുന്നത്.